ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോ ഇതെന്താണ്, റെഡ് കൂളർ എന്നാണ് കേട്ടോ ഞാനിതിട്ടേക്കുന്ന പേര്. അപ്പോൾ ഭയങ്കര ചൂടാണ് അല്ലേ, നമുക്ക് ആ ചൂടിനെ ഒന്ന് തുരത്തി ഓടിക്കണ്ടേ കുറച്ച് നേരത്തേക്കെങ്കിലും. അപ്പം അതിനുണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടത് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ, 50 ml ഹണി, തണ്ണിമത്തന്റെ ജ്യൂസാണ്, വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കസ്കസ്, അത് ബാസിൽ സീഡ്സ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നല്ല തണുപ്പിച്ച് തണ്ണിമത്തൻ അരിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഓക്കെ, നമുക്കിതൊരു ഷേക്കറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ ഇതിലേക്ക് ഹണി ഒഴിക്കുകയാണ്. ഞാനിവിടെ പഞ്ചസാര മനഃപൂർവ്വം ചേർക്കാത്തതാണ് കേട്ടോ. ബാക്കി ഷുഗർ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നവർക്ക് ഇത് ധൈര്യമായിട്ട് കുടിക്കാം. കാരണം തേനും ബാസിൽ സീഡ്സ് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വിശപ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. പിന്നെ തണ്ണിമത്തൻ അല്ലേ, നമ്മൾ ചൂട് കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇത് തന്നെയാണ് അല്ലേ, തണ്ണിമത്തനല്ലേ. നമുക്ക് എവിടെ ഏത് വഴിയോരത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് ഷേക്ക് ചെയ്യണം. ആ തേനും ബാസിൽ സീഡ്സും ഈ വാട്ടർമെലൺ ജ്യൂസും കൂടെ നന്നായിട്ട് അതിൽ മിക്സ് ആവണമല്ലോ. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ ഇരിക്കുന്ന സമയമാണ്, ഞാൻ അതാത് പറഞ്ഞത്. വേനൽക്കാലത്ത് നമുക്ക് ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ ആ ചൂട് ഓടിച്ച് വിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല അല്ലേ. നമ്മൾ വെള്ളം കുടിക്കുന്നു, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു. അപ്പം ഇതാകുമ്പം കുറച്ച് ആരോഗ്യം കൂടെ നമുക്ക് കിട്ടും ഇല്ലേ. അപ്പം ഇതുപോലെ ഷേക്ക് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു ഷേക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു കുപ്പിയിലോ മറ്റോ എടുത്ത് ഇതുപോലെ ഷേക്ക് ചെയ്താലും മതി കേട്ടോ. ഇപ്പം നന്നായിട്ട് ഷേക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ആ തവി കൊണ്ടൊന്ന് കലക്കിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം. ഓക്കെ, നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എടുത്ത് കുടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. തേങ്ങാണ്ടില്ലേ, നല്ല അടിപൊളി റെഡ് കൂളറാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.